ഭരണം പോയാലും മുഖം നഷ്ടപ്പെടില്ലെന്ന ആശ്വാസത്തിൽ CPI. കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വോട്ടെണ്ണലിന് ഇനി 3 ദിവസം മാത്രം. മുന്നണികളെല്ലാം അവസാനഘട്ട കണക്കുകൂട്ടലിലും പ്രതീക്ഷകളിലുമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ ക്യാമ്പുകളിൽ ആവേശവും ആശങ്കയും ഒരുപോലെ നിറഞ്ഞിരിക്കുകയാണ്. എക്സിറ്റ് പോളുകളിൽ അനുകൂല സൂചനകൾ ലഭിച്ചതോടെ UDF ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. പ്രവചനങ്ങളെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചർച്ചകളും പാർട്ടിക്കുള്ളിൽ സജീവമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച LDF ക്യാമ്പിൽ ഇപ്പോൾ അനിശ്ചിതത്വമാണ് കൂടുതൽ. പല എക്സിറ്റ് പോളുകളും തിരിച്ചടിയാണ് സൂചിപ്പിച്ചെങ്കിലും ടുഡേസ് ചാണക്യ പുറത്തുവിട്ട ബലാബലം പ്രവചനം ഇടത് കേന്ദ്രങ്ങൾക്ക് ചെറിയ ആശ്വാസമായി. നേരിയ ഭൂരിപക്ഷത്തിലായാലും ഭരണ തുടർച്ച സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ LDF മെയ് 4 വോട്ടെണ്ണലിനായി കാത്തിരിക്കുകയാണ്. BJPക്കും ഇത്തവണ പ്രതീക്ഷയുണ്ട്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും അക്കൗണ്ട് തുറക്കാമെന്ന സൂചന നൽകിയതോടെ BJP ക്യാമ്പിലും ആവേശം പ്രകടമാണ്. അതേസമയം ഭരണ തുടർച്ച എന്ന ചോദ്യചിഹ്നത്തെക്കാളും CPM നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നത് മറ്റൊരു ചോദ്യമാണ്. മത്സരിക്കാനിറങ്ങിയ മന്ത്രിമാരിൽ എത്ര പേർ ജയിച്ചു കയറും എന്നതാണ് CPM നേതൃത്വത്തെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. 20 മന്ത്രിമാരിൽ 7 പേർക്ക് മാത്രമാണ് LDFന്റെ കണക്കിൽ 100% വിജയസാധ്യത ഉള്ളത്. ധർമ്മടത്ത് മത്സരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിജയിക്കുന്നവരുടെ പട്ടികയിൽ ആദ്യമുള്ളത്. CPIയുടെ മത്സരിച്ച 4 മന്ത്രിമാരും വിജയസാധ്യത ഉറപ്പുള്ളവരാണ് എന്നതാണ് CPIക്ക് ആശ്വാസം. ഒല്ലൂരിൽ K രാജൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നെടുമങ്ങാട് GR അനിലും വിജയം ഉറപ്പിക്കുന്നുണ്ട്. ചടയമംഗലത്തെ ചിഞ്ചുറാണിയും ചേർത്തലയിൽ P പ്രസാദും വിജയം ഉറപ്പുള്ളവരുടെ പട്ടികയിലാണ്. CPMൽ നിന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ വിജയസാധ്യത ഉറപ്പുള്ളത് ചെങ്ങന്നൂരിൽ സജി ചെറിയാന് മാത്രമാണ്. എലത്തൂരിൽ മത്സരിച്ച NCPയുടെ AK ശശീന്ദ്രൻ ഇത്തവണയും വിജയിച്ചു കയറുമെന്നാണ് CPM കണക്കാക്കുന്നത്. കടുത്ത മത്സരമാണ് നേരിട്ടതെങ്കിൽ വിജയിച്ചു കയറുമെന്ന് CPM പ്രതീക്ഷിക്കുന്ന മന്ത്രിമാരാണ് കൊട്ടാരക്കരയിൽ മത്സരിച്ച KN ബാലഗോപാലും പത്തനാപുരത്ത് മത്സരിച്ച KB ഗണേഷ് കുമാറും. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന് വിജയസാധ്യത ഉണ്ടെങ്കിലും കടുത്ത മത്സരം നേരിട്ടതിനാൽ 100% വിജയിക്കുന്നവരുടെ പട്ടികയിൽ ഇടത് കേന്ദ്രങ്ങൾ റിയാസിനെ കൂട്ടിയിട്ടില്ല. നേമത്ത് V ശിവൻകുട്ടി, ആറന്മുളയിൽ വീണ ജോർജ്, കളമശ്ശേരിയിൽ P രാജീവ്, തൃത്താലയിൽ MV രാജേഷ് എന്നിവരും കടുത്ത മത്സരമാണ് നേരിട്ടത്. അതിനാൽ ഇവരുടെ വിജയകാര്യത്തിൽ ആത്മവിശ്വാസം CPM കേന്ദ്രങ്ങൾക്കില്ല. മന്ത്രിസഭയിലെ പ്രബലനായ VN വാസവനും കടുത്ത മത്സരം നേരിട്ടതിനാൽ ഫലത്തിൽ ആത്മവിശ്വാസമില്ല. താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറി മത്സരിച്ച V അബ്ദുറഹ്മാന്റെ വിജയവും ഈ ഘട്ടത്തിൽ CPM ഉറപ്പിക്കുന്നില്ല. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, മാനന്തവാടിയിൽ OR കേളു, കണ്ണൂരിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരുടെ സ്ഥിതിയും സുരക്ഷിതമല്ല എന്നാണ് CPM കരുതുന്നത്. ഭരണം നഷ്ടമാവുമോ എന്നത് മാത്രമല്ല, മന്ത്രിമാർ എത്ര പേർ വിജയിക്കുമെന്നതും LDF കേന്ദ്രങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. വോട്ടെണ്ണുമ്പോൾ മന്ത്രിമാർ കൂട്ടത്തോടെ തോൽക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ പറഞ്ഞത്. ഒരു ഡസനിലേറെ മന്ത്രിമാർ പരാജയപ്പെടുമെന്നായിരുന്നു സതീശന്റെ അവകാശവാദം. ഇതാദ്യം പുച്ഛിച്ചു തള്ളിയെങ്കിലും വോട്ടെണ്ണൽ അടുക്കുമ്പോൾ അതേ ആശങ്കയിലാണ് CPM നേതൃത്വം.